നമ്മളിപ്പോൾ അത് തിരുവല്ല നെടുമ്പുറത്തെ ഒരു ജനസേവന കേന്ദ്രമാണ്. ഇന്നലെ ആരംഭിച്ച ജനസേവന കേന്ദ്രമാണ്. ഈ ജനസേവന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് CPMൻ്റെ നെടുമ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസാണ്. ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ ജനസേവന കേന്ദ്രത്തിലെ സേവനങ്ങൾ തീർത്തും സൗജന്യമാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടി ഓഫീസുകൾ സേവന കേന്ദ്രമാക്കി മാറ്റുന്നത്. ഇപ്പം ഇവിടെ രാവിലെ തന്നെ ഇന്നലെ ഉദ്ഘാടനം ചെയ്താണെങ്കിൽ ധാരാളം ആളുകൾ രാവിലെ എത്തുന്നുണ്ട്. ഇപ്പോൾ ചില പാർട്ടി അംഗങ്ങൾ തന്നെ അവരുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില തിരക്കുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഇവിടുത്തെ സേവനങ്ങളെപ്പറ്റിയും ചോദിച്ചറിയാം. എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ നൽകുന്നത്? ഇപ്പോൾ നമ്മൾ സാധാരണ അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യാറുണ്ട്. നമുക്ക് സ്മാർട്ട്, ഡിസ്ട്രിക്റ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ പാൻ കാർഡ്, പാസ്പോർട്ട്, അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് പറ്റും. PSC ആപ്ലിക്കേഷൻ എല്ലാം പറ്റും. അങ്ങനത്തെ PSC, SSC, പിന്നെ ജനറൽ നഴ്സിംഗ്, അങ്ങനത്തെ LBS, അങ്ങനത്തെ എല്ലാ കോഴ്സിൻ്റെ അഡ്മിഷൻ എടുക്കാനും അപ്ലൈ ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടുന്ന് പറ്റും. ഇവിടെ ബിൽ ബുക്കോ ക്യാഷ് രജിസ്റ്ററോ ഒന്നുമില്ല, ഫ്രീ ആണല്ലേ? ഫ്രീ, എല്ലാ സേവനങ്ങളും ഫ്രീ ആണ്. അപ്പോൾ രാവിലെ ഇപ്പം ഈ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? അതെ. അതിന് വന്നിരിക്കുകയാണ്. സാധാരണ ഈ സേവന കേന്ദ്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി അംഗങ്ങളാണെങ്കിൽ പോലും മറ്റേ അക്ഷയ കേന്ദ്രങ്ങളോ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകേണ്ടതായിരുന്നു അല്ലേ? അതെ, നമ്മൾ 50 രൂപ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അതിവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതിൽ വലിയൊരു കാര്യമാണ്. അങ്ങനെ രാവിലെ തിരക്കാൻ തോന്നില്ലേ? വെയിറ്റ് ചെയ്യുക. ഇതിനിടയിൽ മറ്റൊരാൾ, ഒരു അഡ്വക്കേറ്റ് രാജേഷ് എന്ന് പറഞ്ഞ ആൾ ഈ സേവന കേന്ദ്രത്തിൽ എത്തിയിരുന്നു. മകളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഒന്ന് നമുക്ക് കേൾക്കാം. മകളുടെ ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ ജനസേവന കേന്ദ്രം ആരംഭിച്ചറിഞ്ഞിട്ട് ഇവിടെ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് രാജേഷ് നെടുമ്പുറം. ഞാനിവിടെ തൊട്ടപ്പുറയാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇതുവരെ ഇങ്ങനെ ഒരു സംരംഭം നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ അറിവിലില്ല. വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം പൈസയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ മറ്റ് സംവിധാനങ്ങളിൽ പോകുമ്പോൾ. അപ്പം തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. അഡ്വക്കേറ്റ് രാജേഷ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു സേവന കേന്ദ്രം, പാർട്ടി ഓഫീസ് തന്നെ ജനങ്ങൾക്ക് സേവന കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതിനും CPIM വലിയ മാതൃകയാണ് കാട്ടുന്നത്. ഇപ്പോൾ CPIMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് R സനൽകുമാറോടെ ചേരുകയാണ്. സനൽസഖാവേ, വലിയൊരു മാതൃകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു സൗജന്യ കേന്ദ്രം തുടങ്ങാൻ കാരണം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പറഞ്ഞത്, പാർട്ടി ഓഫീസുകൾ പാർട്ടിക്കാരുടെ മാത്രം കേന്ദ്രമല്ല, അത് എല്ലാ ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന കേന്ദ്രമായിട്ട് മാറണമെന്നാണ്. നേരത്തെ തന്നെയുള്ള ഒരു പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് പൂർണ്ണതയിലേക്ക് എത്തേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകയായി ഏതാണ്ട് 800-ലേറെ സേവനങ്ങൾ ഡിജിറ്റൽ സേവനങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ കൊടുക്കേണ്ട അപേക്ഷകൾ, വില്ലേജ് ഓഫീസിൽ കൊടുക്കേണ്ട ഏതാണ്ട് മിക്കവാറും എല്ലാ അപേക്ഷകളും ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലാണ് വില്ലേജ് ഓഫീസുകളിലെ തിരക്ക്. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ കൂടാതെ തന്നെ മറ്റു പല കേന്ദ്രങ്ങളും തുടങ്ങിക്കൊണ്ട് അംഗീകൃത സേവന കേന്ദ്രങ്ങളാണെന്നുള്ള നിലയിൽ ജനങ്ങളെ പിഴിയുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളെ ഇത് പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് ഈ സേവന കേന്ദ്രങ്ങൾ ആയി പാർട്ടി ഓഫീസുകൾ മാറിക്കൂടാ? അപ്പോൾ പരമാവധി സേവനങ്ങൾ ഇപ്പം ഇവിടെ മിക്കവാറും ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾ തന്നെ നോക്കിയപ്പോൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിനൊരു അഭിഭാഷകനായിട്ടുള്ള ഒരാൾ വന്നു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ല. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ കടന്നു വന്നാൽ ജനങ്ങൾക്ക് CPM ഓഫീസുകളെന്ന് പറഞ്ഞാൽ CPMൻ്റെ പാർട്ടി കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഓഫീസുകളല്ല. അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഒരു വലിയ സങ്കല്പമാണ്. ഈ സങ്കല്പം ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്ന ഡിജിറ്റൽ സേവനങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന മാതൃകയായി കൊണ്ടുപോവുകയും കൂടുതൽ കേന്ദ്രങ്ങൾ ഇതുപോലെ വരുമ്പോഴേക്കും പാവപ്പെട്ട ആളുകൾക്ക് ഇത് വേഗത്തിൽ അനുഭവഭേദ്യമായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ യാതൊരു സർവീസ് ചാർജ് ഈടാക്കാതെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട പൈസ അടയ്ക്കണം. ആ പൈസ മാത്രം ഈടാക്കിക്കൊണ്ട് തികച്ചും സൗജന്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അപ്പോൾ ഇത് പാർട്ടി സംസ്ഥാനത്താകെ തന്നെ ഞങ്ങൾ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഈ ജില്ലയിൽ ആദ്യമായി നെടുമ്പുറം ലോക്കൽ കമ്മിറ്റി, ഞാനും കൂടെ താമസിക്കുന്ന ഒരു ലോക്കൽ കമ്മിറ്റിയാണ്, ഇവിടെ ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായി ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയ്ക്ക് ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും
വലിയ കാര്യമാണ്. അഡ്വക്കേറ്റ് ആർ സനൽകുമാർ പറഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നമ്മുടെ അടുത്തതിനോടെ സഖാവ് ദിനേശൻ ചേരുകയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ജില്ലയിലെ ആദ്യത്തെ ജനസേവന കേന്ദ്രം പാർട്ടി ഓഫീസാക്കി മാറ്റിയത്. സഖാവ്, എന്താണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ തന്നെ തുടങ്ങാൻ ആരംഭിക്കാൻ ഒരു ചിന്തയിലേക്ക് വന്ന കാരണം? നമ്മൾ പാർട്ടി പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. അപ്പം പാർട്ടി ഓഫീസ് ജനങ്ങളിലെ നമ്മുടെ ജനങ്ങൾ കയറുക എന്നുള്ളതും ജനങ്ങളുടെ ഒരു അഭയകേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതും നമ്മളറിയാം. നമ്മുടെ പല സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ ഈ ഓൺലൈനിൽ ആക്കിയിരിക്കുകയാണ്. ആ സേവനം നമ്മുടെ സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞ പോലെ തന്നെ അത് സാധാരണക്കാർക്ക് അത് എളുപ്പം എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവരെ ഒരു ആശ്രയ കേന്ദ്രമാക്കി നമ്മുടെ പാർട്ടി ഓഫീസ് മാറ്റുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം മാത്രമാണുള്ളത്. അങ്ങനെ പാർട്ടി ആഹ്വാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന പാർട്ടി ആഹ്വാനം ഇപ്പോൾ നമ്മുടെ ഒരു വലിയൊരു കാഴ്ചപ്പാടായിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത്. അതിങ്ങനെ സ്റ്റേഡിയം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ മലയത്രയിൽ ഒരു 30 സെൻറ്റ് സ്ഥലം സ്റ്റേഡിയത്തിനായി വാങ്ങിക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ നമ്മൾ കരാറാക്കുന്നത്. തീർച്ചയായിട്ടും വലിയ പദ്ധതികളാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശനും പാർട്ടി ജില്ലാ സെക്രട്ടറി മെമ്പർ ആർ സനൽകുമാർ ഉൾപ്പെടെയുള്ള ഈ നെടുമ്പറം ലോക്കൽ കമ്മിറ്റിക്ക് വിശാലമായ കാഴ്ചപ്പാടാണുള്ളത്. പാർട്ടി ഓഫീസിനെ ജനസേവന കേന്ദ്രമാക്കി മാറ്റുകയാണ്. തീർച്ചയായിട്ടും എല്ലാ CPM-ൻ്റെ മറ്റ് ലോക്കൽ കമ്മിറ്റികൾക്ക് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.